ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നാമും തമ്മിലുള്ള ബന്ധമാണ് കഴിഞ്ഞ ഖുത്ബയിൽ കേട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥത്വം സഹിച്ചു. ആ രംഗത്ത് ഒട്ടേറെ സഹനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി ചെയ്ത് ജീവിച്ചു, കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു സാധാരണക്കാരൻ വളർന്നു വരുന്ന ഘട്ടങ്ങളൊക്കെ ലോകത്തിലെ മഹാൻ അഷ്റഫുൽ ഖൽഖ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആ ജീവിതത്തിലെ ഓരോ സംഭവവും ഓരോ അക്ഷരവും അതിൽ നമുക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ത്വായിഫിൽ കുടുംബക്കാരുണ്ട് എന്ന പ്രതീക്ഷയിൽ മക്കയിൽ നിന്ന് പ്രയാസം സഹിച്ചു പോയപ്പോൾ സ്വന്തം കുടുംബക്കാരുടെ കുട്ടികൾ വരെ കല്ലെടുത്തെറിഞ്ഞപ്പോ മലക്ക് ചോദിക്കുകയാണ്, അങ്ങൊന്ന് സമ്മതിച്ചാൽ മതി, റബ്ബ് സുബ്ഹാനഹു വ തആല ഇവരെ ശിക്ഷിക്കാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇവരിലല്ലെങ്കിൽ ഇവരുടെ അടുത്ത തലമുറയിൽ നല്ലവരുണ്ടാകാൻ സാധ്യതയുണ്ട്, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു എന്നത് ഞാനും നിങ്ങളും പഠിക്കുന്നത് എന്തിനാണ്? റസൂലുള്ള അങ്ങനെ ചെയ്തു എന്ന് പറയാൻ മാത്രമാണോ, അതോ മറ്റുള്ളവർക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ വരുമ്പോഴും വിട്ടുവീഴ്ചയുടെ നിലപാട് സ്വീകരിക്കണമെന്ന് ഞാനും നിങ്ങളും പഠിക്കാനാണോ എന്നതാണ് ആ സംഭവം നമ്മോട് ചോദിക്കുന്നത്. മക്കം ഫതഹിന്റെ ഘട്ടം, മക്ക ഇസ്ലാമിന് കീഴടങ്ങി. അതിന്റെ അർത്ഥം മക്കയിലുള്ള എല്ലാവരും മുസ്ലിങ്ങളായി എന്നല്ല, ഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളായി. അപ്പോൾ ഇസ്ലാമിന് കീഴിലേക്ക് വന്നപ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ക്രൂരതകൾ, കൊല്ലുകയല്ല, ക്രൂരമായി കൊലപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ ചെയ്തവർക്ക് ഉറപ്പായി ഇന്ന് ശിക്ഷിക്കപ്പെടും, ഇന്ന് തൂക്കുകയറിൽ കയറും, ഒരു സംശയവുമില്ല. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതുമുത്തുലഖാ, നിങ്ങളെല്ലാവരും വിടുതൽ ചെയ്യപ്പെട്ടവരാണ്, നിങ്ങൾ സ്വതന്ത്രരാണ്, ഒരു പ്രതികാരവും ഇന്നില്ല, ഇത് മർഹമത്തിന്റെ ദിവസമാണ്. അപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലക്ക് ശിക്ഷിക്കുവാൻ അവസരം ലഭിക്കുമ്പോഴും ആളുകളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന മാപ്പിന്റെ മാതൃക, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങളോട്, അയൽക്കാരോട്, കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുകയും ആ ഈഗോയുമായി നടക്കുന്ന നമുക്ക് വലിയ മാതൃകയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ളത്. ഉറുമ്പിൻ കൂട്ടൻ പോകുമ്പോ, ചാലിട്ട് പോകുമ്പോ അവിടെ തീ കത്തിച്ചപ്പോ തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്തിയ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരമായി കാണുന്ന ഒരു ഉറുമ്പാകുന്ന ജീവിയോട് പോലും കരുണ കാണിക്കണം എന്നാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നടത്തത്തിലും ഇരുത്തത്തിലും, നമ്മുടെ വ്യത്യസ്ത രംഗങ്ങളിലും ജീവികളോടുള്ള കാരുണ്യത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നത്. അതേപോലെ ബലിമൃഗങ്ങളെ അറുക്കുന്ന സന്ദർഭം, അങ്ങ് അറുത്താൽ പോരാ, അതിനൊരു ഒരുക്കം വേണം. എന്താണ് ബലിമൃഗങ്ങളെ അറുക്കുക എന്നത്? ഇസ്ലാം അനുവദിച്ചതാണ്. ഇസ്ലാം ഇനി പ്രകൃതിയുതമായ ഒരു സത്യമായതുകൊണ്ട് ഇസ്ലാം അല്ലാത്ത മതങ്ങളിൽ അറക്കുന്നില്ലേ? ഇന്ന് എത്ര പേർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നോൺ വെജിറ്റബിൾ കഴിക്കും? അപ്പോൾ അതിന്റെ അർത്ഥം അത് പ്രകൃതിപരമാണ്. എന്നാൽ ഇസ്ലാം ബലിമൃഗങ്ങളെ അറുക്കാം എന്ന് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കണം. നിങ്ങൾ അതിനെ അറുക്കുമ്പോൾ അതതിന് പ്രയാസമാകരുത്. അവിടെ പോലും സൂക്ഷ്മമായ കാര്യത്തിൽ പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ നിർദ്ദേശം നമുക്ക് തന്നു. ചെറിയ കുട്ടികളുടെ കാര്യം പലരും അവഗണിക്കലാണ് പലപ്പോഴും. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ
ഒരു കുട്ടി അവിടുത്തെ പുറത്ത് കയറി. കുട്ടിക്കറിയുമോ നമസ്കാരത്തിന്റെ പ്രാധാന്യം? ഇത് റസൂലുള്ളയാണ് എന്ന്? ഇല്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളുമാണെങ്കിൽ നമ്മുടെ മക്കളോ പേരമക്കളോ നമ്മൾ സുജൂദിൽ കിടക്കുമ്പോ നമ്മുടെ പുറത്ത് കയറിയാൽ ഒന്ന് അറിയാതെ കൈകൊണ്ടൊന്ന് എന്താ ഇങ്ങനെ എന്ന ഒരു നിലപാടെങ്കിലും ഉണ്ടാകാം. എന്നാൽ നേരെ തിരിച്ചാണ്. ഹബീബായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ നേരം സുജൂദ് ദീർഘിപ്പിച്ചു. എന്തിനു വേണ്ടി? പുറത്ത് കയറിയ കുട്ടി അല്പസമയം ആശ്വസിക്കട്ടെ, അവൻ സന്തോഷിക്കട്ടെ എന്ന്. നാം വിചാരിച്ചതല്ല ഇസ്ലാം, നാം വിചാരിച്ചതല്ല ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ സൂറത്ത് ചുരുക്കി. കാരണം ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ പ്രിയപ്പെട്ട മാതാവിന്റെയും മാനസികാവസ്ഥയാണ് ലോകത്തിന്റെ പ്രവാചകന്റെ മനസ്സിലേക്ക് ആ സന്ദർഭത്തിൽ കടന്നു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ ലം യർഹം സഗീറനാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിൽക്കുന്നവരുടെ സ്വഭാവമായിരിക്കണം ചെറിയവരോട്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് അവരോട് കരുണ കാണിക്കുക എന്നത് മതത്തിന്റെ ഭാഗമായി, പരലോക രക്ഷയുടെ ഭാഗമായി, പ്രതിഫലം കിട്ടുന്ന കാര്യമായി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ള വഫാത്താകുമ്പോ അവിടുന്ന് ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ചേർത്തു പിടിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. പടച്ചവനെ, ഈ കുട്ടിക്ക് നീ കിതാബ് പഠിപ്പിക്കണേ, നീ ഖുർആൻ പഠിപ്പിക്കണേ എന്ന്. ലോകത്തുള്ള ഏറ്റവും വലിയ ഖുർആൻ മുഫസ്സിർ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നത്, അവർക്ക് വേണ്ടി ദീനിയായ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ആ ഒരു കാര്യം നമ്മുടെ കൂട്ടത്തിൽ എത്ര പിതാക്കൾ, എത്ര ആളുകൾ പ്രാവർത്തികമാക്കി എന്ന് നാം ചിന്തിക്കണം. മാത്രമല്ല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്യാൻ പോയപ്പോ അവിടെയുണ്ട് വെള്ളം. അപ്പൊ റസൂലുള്ളാഹിക്ക് വുദൂ ചെയ്യാൻ സമയമായി എന്ന് കണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെള്ളം അവിടെ കൊണ്ടുവച്ചതാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സന്തോഷം പ്രകടിപ്പിച്ചു, അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ. പടച്ചവനെ, ഈ കുട്ടിക്ക് ദീനിൽ അവഗാഹം നൽകണമേ. അഥവാ കുട്ടികളോട് നന്ദി കാണിക്കുക. അവരെന്തെങ്കിലും നമുക്ക് ചെയ്തു പറഞ്ഞാൽ കേവലം ഒരു താങ്ക്സ് എന്നതിനപ്പുറം അതാവശ്യമാണ്, അത് പ്രകൃതിപരമായ കാര്യമാണ്. താങ്ക്സ് പറയുക, ജസാക്കല്ലാഹു ഖൈറാ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. എന്നാൽ കുട്ടികളോടാകുമ്പോൾ അവരോട് അങ്ങോട്ട് നന്ദി ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്, അലിയാരുടെ കുട്ടിയാണ്, സ്വന്തം മകൾ ഫാത്തിമയുടെ മകനാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ചേർത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു, നീയും ഈ കുട്ടിയെ ഇഷ്ടപ്പെടണേ. നോക്കൂ, ആ കുട്ടി അത് കേൾക്കുകയാണ്. നമുക്കൊക്കെ പേരക്കുട്ടികളുണ്ട്. നമ്മൾ ആ പേരക്കുട്ടികൾക്ക് നമുക്ക് അവരോട് സ്നേഹമുണ്ട് എന്ന് അവർക്കറിയുമോ? സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരാ, സ്നേഹം പ്രകടിപ്പിക്കണം എന്ന മഹത്തായൊരു ആശയവും ഇതിലുണ്ട്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ മനസ്സിൽ വമ്പിച്ചൊരു വളർച്ച കൊടുക്കുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്റെ വല്യാപ്പാക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചെറിയ പ്രായമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിയെ കണ്ടപ്പം മറ്റു കുട്ടികളൊക്കെ ഓടി ഒളിച്ചു കളഞ്ഞു, എന്തോ ഒരു അനാദരവാകുമോ എന്ന് കരുതി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുയോട് പറഞ്ഞു, പോയി അവരോടൊപ്പം ചേരൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള കളിയെ, പ്രായത്തിനനുസരിച്ചുള്ള കളിയെ, ഹലാലായ വിനോദങ്ങളെ ഇസ്ലാമായി അംഗീകരിച്ചു. അതാണ് പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കളിയൊന്നുമില്ല, വിനോദമൊന്നുമില്ല, അല്ല. സ്വന്തം ഭാര്യമാർക്ക് വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ടൂർ നിശ്ചയിച്ചു, ഓരോരുത്തർക്കും വാഹനങ്ങൾ നിശ്ചയിച്ചു. ഹദീസിൽ കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ
ഹലാലായ രൂപത്തിൽ എല്ലാം ഉണ്ട് എന്നതല്ലേ സഹോദരി സഹോദരന്മാരെ അത് പഠിപ്പിക്കുന്നത്. അൽ അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു ചുംബിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാനൊരു കുട്ടിയെയും ചുംബിക്കാറില്ല. റസൂൽ പറഞ്ഞു, നിന്റെ മനസ്സിന് പടച്ചോൻ കാരുണ്യം എടുത്തു മാറ്റിയ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പൊ കുട്ടികളെ ചുംബിക്കണം. ചുംബിക്കാത്തത് കാരുണ്യമില്ലാത്തതിന്റെ അടയാളമാണ് എന്ന അതിമഹത്തായ സന്ദേശം ലോകത്തിന് പഠിപ്പിച്ചു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ വൃദ്ധനായ ആളുണ്ട്, ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഭാഗം വലതുഭാഗമാണ്. ആ വലതുഭാഗത്ത് കുടിക്കാനുള്ള പാനീയം വെച്ചു. അപ്പോൾ ചോദിച്ചു, മോനെ, ഈ പാനീയം ആ പ്രായമുള്ള ആൾക്ക് കൊടുത്തോട്ടെ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇല്ല, ഞാൻ അനുവദിക്കുകയില്ല. കാരണം എന്താ? വലതുഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ഹദീസിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാനീയം എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കുറെ സന്ദേശം ഇതിലുണ്ട്. ഒന്ന്, അഭിപ്രായം ചോദിക്കണം. കുട്ടികളോട് എന്ത് ചോദിക്കാനാ? അല്ല, അവരെയും പരിഗണിക്കണം. ഒരഭിപ്രായം അവിടെ ചോദിക്കുക എന്നത്. രണ്ടാമത്തത്, അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. വലതുഭാഗത്ത് തുടങ്ങുക എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. പ്രായമുള്ള ഒരാൾ ഇപ്പുറത്തുണ്ട് എന്ന് കരുതി ഹബീബായ റസൂലുള്ള പഠിപ്പിച്ച ആ നിയമത്തെ ലംഘിച്ച് കുട്ടിക്കുള്ള അവകാശം നിഷേധിക്കരുത് എന്നും ഈ മഹത്തായ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ആളുകൾ പറയും, വികൃതി കുട്ടികളാണ്, പറഞ്ഞാ കേൾക്കൂല, വീരിച്ചെടുത്ത് കിടക്കൂല, ഓടിക്കളിക്കും, എന്തൊരു കുരുത്തക്കേടാണ് ഇതൊക്കെ. സാധാരണ പലരും പറയാറുണ്ട്, മദ്രസയിലെ അധ്യാപകർ പറയാറുണ്ട്. എന്നാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാൻ വികൃതി കുട്ടികളോട്, നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കാത്തവരോട് ഒരു സദസ്സിൽ ഇരിക്കാൻ പറഞ്ഞ അപ്പോൾക്ക് ആകെ അസ്വസ്ഥമായി പുറത്തിറങ്ങി പിന്നെയും വന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഒരു കാലം. എന്നാൽ അവിടെ സ്വീകരിക്കേണ്ട സമീപനവും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ്, അഥവാ മക്കം ഫതഹ് കഴിഞ്ഞ് ഹുനൈൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സമയമായപ്പോൾ ആകർഷകമായ ബാങ്ക് കൊടുത്തു നമസ്കരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കറിയാം, മക്കം ഫതഹോടുകൂടി നേരത്തെ എല്ലാവരും ഇസ്ലാം ആയിട്ടില്ല. മുശിരിക്കുകളായ ആൾക്കാരും ഇസ്ലാമിന്റെ കീഴിൽ വന്നു. 10-20 മുശിരിക്കുകളായ കുട്ടികൾ ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് അവരൊരു ബാങ്കാട്ട് കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ, ബാങ്ക് കൊടുക്കുമ്പോ വേറൊരു ബാങ്ക് കൊടുക്കുക. ചില കുട്ടികളൊക്കെ അത്ര പ്രാധാന്യം നിസ്കാരത്തിൽ ചിരിക്കും. അത് നിസ്കാരത്തെ പറ്റി അറിയാത്തോണ്ടല്ല, കുട്ടികൾക്ക് അതിനെ കുറിച്ച് വിവരമില്ലാത്തോണ്ടാണ്. അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ ആ ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചപ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്തിന് സാക്ഷിയാണ്. റസൂൽ എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തി. എല്ലാവരോടും ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഒറ്റക്കൊറ്റക്ക് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചതിൽ ഏറ്റവും നന്നായി ബാങ്ക് കൊടുത്തത് അബൂ മഹദൂറ എന്ന് പറയുന്ന ആളായിരുന്നു. ആ അബൂ മഹദൂറക്ക് ബാങ്കിന്റെ ലഫ്ലുകൾ തെറ്റിപ്പോയപ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്തു. കുട്ടികൾ അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല, ആ വികൃതി കുട്ടികളിൽ അബൂ മഹദൂറ മക്കയിൽ ഇസ്ലാം നിശ്ചയിച്ച ബാങ്കുകാരിൽ ഒരാളായി മാറി. ആ വികൃതി കളിക്കുന്ന കുട്ടികളില്ലേ, അവരിൽ ഭാവി പ്രതിഭകളുണ്ട്. അവരെ തള്ളരുത്, അവരെ വിളിക്കണം. അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാകാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്ന ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന സ്വഭാവപരമായ മാറ്റം ഉണ്ടാകാൻ ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷന്റെ ലോകത്തുള്ള ഉത്തമ മാതൃകയാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് നമ്മൾ ബാങ്കിൽ കേട്ട അത്തഹിയാത്തിൽ പറയുന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വളർത്തുപുത്രൻ ഉമർ ഇബ്നു അബീ സലമ, ആ കുട്ടി ഇങ്ങനെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനം ഒരു അദബ് തോന്നാത്തൊരു രൂപം. ഈ രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാന്ന് വിചാരിക്കുക, നമുക്ക് പെട്ടെന്ന് ചൂടാവും. വലത് കൈ കൊണ്ട് കഴിക്കണം, അവിടുന്ന് ഇവിടുന്ന് എടുക്കുകയാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയാന്വിതനായ, അതൊരു കുട്ടിയാണ്, കുട്ടിക്ക് ഇതൊന്നും അറിയില്ല, അതൊക്കെ റസൂലുള്ളാഹിക്ക് മനസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. വളരെ വിനയത്തോടുകൂടി, യാ ഗുലാം, മോനെ, സമ്മില്ല ബിസ്മില്ലാ പറയ്, വകുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് കഴിക്ക്. നോക്കൂ, ഇടത് കൈ കൊണ്ട് കഴിക്കല്ല എന്ന് അവിടെ പറഞ്ഞില്ല.
ഇടത് കൈകൊണ്ട് കഴിക്കരുത് എന്നല്ല അവിടെ പറഞ്ഞത്. ആ കുട്ടിയിൽ അരുത് എന്ന് പറയുന്നതിനേക്കാളും പോസിറ്റീവായി സമ്മില്ല, മോനെ ബിസ്മില്ല പറയ്, വകുൽ ബി യമീനിക്, നീ വലത് കൈ കൊണ്ട് കഴിക്ക്. അതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ അവരിൽ ജീവിതത്തിൽ നന്മ നടപ്പാക്കാൻ, അവരിലെ അബദ്ധങ്ങൾ തിരുത്താൻ സ്വീകരിച്ച നിലപാട് അതായിരുന്നു. നീ അങ്ങനെ ചെയ്യല്ല, നീ ഇങ്ങനെ ചെയ്യ് എന്ന ആ ഒരു കൽപ്പനാ സ്വഭാവത്തിന് പകരം കുട്ടിയെ മനസ്സിലാക്കി, പ്രായത്തെ മനസ്സിലാക്കി നമ്മൾ മാറി എന്നിട്ട് കുട്ടിയോട് പോസിറ്റീവായി സമീപനം സ്വീകരിക്കുക എന്ന കാര്യം മാത്രമല്ല, വിത്റിന്റെ കുനൂത്തിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന പലപ്പോഴും പ്രത്യേക സന്ദർഭങ്ങളിൽ, ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ പോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും കുനൂത്ത് ഓതാനാണ്. ഇത് വ്യക്തികളല്ല തീരുമാനിക്കേണ്ടത്, അതാത് രാജ്യത്തുള്ള പണ്ഡിതന്മാരാണ്. അപ്പോൾ ആ കുനൂത്തുകളിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ലഫ്ലുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ സുപ്രധാനമായ വിത്റിന്റെ കുനൂത്ത് പോലും നമുക്ക് കിട്ടുന്നത്, അതിന്റെ ലഫ്ലുകൾ കിട്ടുന്നത് ഒരു കുട്ടിയിലൂടെയാണ്. അതിന്റെ അർത്ഥം എന്താണ് സഹോദരി സഹോദരങ്ങളെ? വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ ദിക്ർ പഠിപ്പിക്കണം. നമ്മൾ ബൈക്കിലേക്ക് കുട്ടിയെ കയറ്റുമ്പോ, കാറിലേക്ക് കുട്ടിയെ കയറ്റി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ മോനെ ബിസ്മില്ലാ എന്ന് പറയണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. 3 വയസ്സായ കുട്ടി 4 പ്രാവശ്യം പറഞ്ഞ അപ്പ കാണാതെ പഠിക്കും. അത്ഭുതം. മോനെ ഒന്ന് പറയുന്നു, ലെഫ്റ്റ് ഒന്ന് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ രാവിലെയുള്ള ദിക്റുകൾ, വൈകുന്നേരമുള്ള ദിക്റുകൾ. എന്നാ പിന്നെ ഉറങ്ങല്ലേ മോളെ ഉറങ്ങല്ലേ, ആയത്തുൽ കുർസി ഓതണ്ടേ? ഒരു 4 ദിവസം ആയത്തുൽ കുർസി നമ്മൾ ഓതി കൊടുത്താൽ കുട്ടി പിന്നീട് ആയത്തുൽ കുർസി ഓതും. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരി സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഉസ്വത്തുൻ ഹസന, പൂർണ്ണമായ മാതൃക, എല്ലാ അർത്ഥത്തിലുള്ള ഉത്തമമായ മാതൃക അവിടുത്തെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ആ ഒരവസ്ഥയിലേക്ക് എത്താൻ നമ്മളും കഠിന പ്രയത്നം നടത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഫ് ഒന്ന് നേരാക്കിയാൽ കുറച്ച് ആൾക്കാർ കൂടി മുന്നോട്ടിരിക്കാൻ പറ്റും. ഒന്ന് പൂർത്തിയാക്കിയാൽ മതി. കുറച്ച് പിന്നിൽ അങ്ങനെ നിൽക്കേണ്ട കാര്യമല്ല, കുറച്ചുകൂടി മുന്നോട്ട് ഒഴിവുള്ള സ്ഥലത്തേക്ക് ഒന്ന് കയറി വന്നാൽ മതി. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞ ഒരു മഹത്തായ വാചകം, അത് ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും അറിയേണ്ട ഒരു വാചകമാണ്. വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഖാലൂ അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ അങ്ങയുടെ ഇഖ്വാനുകൾ, അങ്ങയുടെ സഹോദരങ്ങൾ? ഞങ്ങളുടെ സഹോദരങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്നല്ല അങ്ങ് പറഞ്ഞത്, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, എന്നോടൊപ്പം സഹവസിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അവരുടെ പദവി വളരെ വലുതാണല്ലോ. അൻതും അസ്ഹാബി വ ഇഖ്വാനുന അല്ലദീന ലം യഅതു ബഅദ്, അവര് വന്നിട്ടില്ല, പിന്നെ വരികയുള്ളൂ. അവരെ കണ്ടിരുന്നുവെങ്കിൽ ആരാണ് സഹോദരങ്ങളെ? അത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുമ്പിൽ ഇല്ലാത്ത കുറെ സഹോദരങ്ങളുണ്ട്. അപ്പൊ ആ സഹോദരങ്ങൾ എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ഞങ്ങളല്ലെങ്കിൽ നിങ്ങളല്ല, നിങ്ങൾ എന്റെ അസ്ഹാബാണ്, അവര് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി നേരിട്ട് കാണാത്ത, എന്നാൽ റസൂലുള്ളയെ കാണുന്നത് പോലെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന പിൽക്കാലത്ത് ഇക്കാലഘട്ടത്തിലൊക്കെ ഉള്ള ആൾക്കാർ അതിൽപ്പെടും. നമ്മുടെ വിഷയം, ഞാൻ അവരെ കണ്ടിരുന്നുവെങ്കിൽ വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എന്റെ ആ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ ആ സഹോദരങ്ങളിൽ ഒരാളാകാൻ, റസൂലുള്ളാഹിക്ക് കാണാൻ ഇഷ്ടമുള്ള,
റസൂലുള്ള പ്രത്യേകം പരലോകത്ത് സ്വീകരിക്കുന്നവരിൽ ഒരാളാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റസൂലുള്ള ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെ കാണാൻ. കാരണം റസൂലുള്ളയുടെ തിരുമുഖത്ത് നിന്ന് ദീന് കേൾക്കാതെ ആ കേട്ട ദീൻ കൃത്യമായി റബ്ബ് സംരക്ഷിച്ചത് കേട്ട് റസൂലുള്ള എന്ന മഹാനുണ്ടായിരുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ റസൂലുള്ള കൊണ്ടുവന്നതാണ് വിശുദ്ധ ഖുർആൻ. അത് ലോകർക്കുള്ള മാർഗദർശന ഗ്രന്ഥമാണ്. അത് വിശ്വസിച്ചു, അതിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്നു. എന്തേ കാര്യം? മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വിചാരണക്കെടുക്കാത്ത പ്രതിസന്ധി വന്ന സന്ദർഭത്തിൽ എല്ലാ പ്രവാചകന്മാരെയും സമീപിച്ച അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുമ്പോ റസൂലുള്ള കാലങ്ങളോളം സുജൂദിൽ വീഴുന്നു. അള്ളാഹു പറയുന്നു, ഇർഫഅ റഅസക്, മുഹമ്മദേ നീ തല പൊക്കൂ, നിനക്ക് എന്താണ് ആവശ്യം? അപ്പോൾ വിചാരണക്കെടുക്കാൻ പറയുന്നതോടൊപ്പം അവിടുന്ന് ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള വേവലാതിപ്പെടുന്നു. കാരണം നമ്മുടെ കാര്യം എന്താകും എന്ന കാര്യത്തിൽ, അവിടുന്ന് കാണാത്ത നമ്മുടെ കാര്യം എന്താകും എന്ന കാര്യത്തിൽ ഈ ലോകത്ത് സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് നമ്മുടെ ഉമ്മയെ അല്ല. സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ ഉപ്പയെ അല്ല, നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ അല്ല. അവരോടൊക്കെ സ്നേഹമുണ്ട്. മറിച്ച് ഉപ്പയെ സ്നേഹിക്കണമെന്ന്, ഉമ്മയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വേണ്ടി നമ്മെ നാമാക്കിയ, ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും സമാധാനവും ശാന്തിയും കിട്ടാനുള്ള മാർഗം നമുക്ക് കാണിച്ചു തന്ന മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കിവിടെ നിർവഹിക്കാനുള്ള ദൗത്യം അതാണ്. അല്പകാലമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. നമുക്കൊരു റോൾ മോഡൽ ആവശ്യമുണ്ട്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക സമയം വന്നപ്പോ എല്ലാ കുട്ടികളുടെ പാൻറ്റും നെരിയാണ്ട മുകളിൽ, മുസ്ലിങ്ങൾക്ക് മാത്രല്ല, ഇത് എന്താ അത്ഭുതം. അപ്പോഴാണ് ഒരു സിനിമാ നടൻ, അദ്ദേഹത്തിന്റെ പാൻറ് നെരിയാണ്ട മുകളിലായി. ഇത്രേ ഉള്ളൂ. പിന്നെ അത് മാറിപ്പോയി. പിന്നെ അടുത്ത ഫാഷൻ വന്നു. നോക്കൂ, ഒരു ജീവിതത്തിൽ ആ രംഗങ്ങളിലൊക്കെയുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോ റോൾ മോഡൽ ആക്കേണ്ടത് ആരെയാണ് എന്ന കാര്യത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് എന്ത് തർക്കമാ ഉണ്ടാകേണ്ടത്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നമ്മൾ ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് റോൾ മോഡൽ ആക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും എന്തൊരു പ്രശ്നം ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചാലും ഇത്തരം വിഷയങ്ങളിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാടെന്താ? തീർന്നു. അത് ജീവിതത്തിൽ സ്വീകരിച്ചാൽ സമാധാനം ഉണ്ടാവും. ഏത് രംഗം, നമ്മുടെ ജീവിതത്തിൽ ഏത് രംഗം എടുത്താലും. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി സ്വീകരിക്കാൻ, ആ മാതൃകകളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം.